വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ നമ്മൾ നേരത്തെ ഒരു ഇത് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചുരിദാറിൻ്റെ ഇത് സാരി വെച്ചിട്ട് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യം നമ്മളിങ്ങനെ കഴുത്ത് വെട്ടി വെച്ചിട്ടില്ലേ, അത് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഈ 4 സൈഡും ഇതിൻ്റെ ഈ 4 സൈഡും നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ, ആ ഒരു സെൻറ്ററിൻ്റെ ഇത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസ് അത് വരുന്നതും അതുപോലെ തന്നെ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടും കഴുത്തിൻ്റെ ഫ്രണ്ടും ബാക്കും പീസുകൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് നമ്മൾ F എന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആ ഒരു അടയാളമില്ല. അപ്പോൾ നമുക്ക് ഇത് ബാക്ക് പീസാണ്. നമുക്കിനി ഇത് ലൈനിങ്ങായിട്ട് അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ലൈനിങ്ങായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ലൈനിങ്ങായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്ക് പീസിൻ്റെ കഴുത്ത് നമുക്കത് ഇതിലേക്ക് പിടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഒരു മാർക്ക് കട്ട് ചെയ്തിരുന്നില്ല, ഈ ഒരു സെൻറ്റർ കണ്ട് ഈ ഒരു മാർക്ക്. അപ്പോൾ അത് നമ്മൾ ഇവിടെയും അതേപോലെ ഒരു മാർക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് നമുക്കപ്പോൾ സെൻറ്റർ ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ആ ഒരു പോയിന്റ് ഇതിലും അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ നീങ്ങി പോകും എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടെങ്കിൽ അതുപോലെ ഇവിടെയൊക്കെ നമുക്ക് മുട്ടുസൂചി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്തങ്ങ് പോവാണ് കേട്ടോ. ഇതിൻ്റെ നമ്മൾ ഇത് ചെയ്തിട്ടില്ലേ, അതിൻ്റെ അരികത്തൂടി വേണം ഇതിങ്ങനെ അടിച്ചു പോവാൻ കേട്ടോ. ഈ ഒരു മാർക്ക്
കൂടി വേണം അടിച്ച് പോവാൻ. നമുക്ക് ഇവിടെ നിന്ന് ഈ പീസ് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഒരിത്തിരി ഒരു 1/4 ഇഞ്ചൊക്കെ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. നമുക്ക് ഇവിടെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ മറിക്കുമ്പോൾ അത് ചുളിവ് വീഴാണ്ട് കറക്റ്റായിട്ട് ആ കഴുത്ത് മറിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കണം നൂലിലേക്ക് അടിച്ച് ഭാഗത്തേക്ക് കയറി കട്ടിങ് വീഴരുത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട് പീസാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതാ നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പീസിൽ നമ്മളിവിടെ എഫ് എന്ന് അടയാളപ്പെടുത്തിയിട്ട് അപ്പോൾ നമ്മൾ ഇതും നമുക്ക് ഈ ഒരു ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പം അതിനിങ്ങനെ ഒപ്പം വെച്ചിട്ട് ഒപ്പം പിടിച്ചിട്ട് വേണം കേട്ടോ അടിച്ച് പോവാനായിട്ട്. എല്ലാം കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് അതാ നമ്മൾ ഇതും ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇവിടെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ആ ഒരു ഇതിൻ്റെ തലഭാഗം വരുന്ന ആ ഒരു ഈ ഭാഗം ഇത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ നമ്മൾ ഈ പീസ് ഈ ഗോൾഡൻ ഈ ഒരു പീസ് വരുന്നത് ഇതിൻ്റെ അരികിങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഈ സെൻറ്ററിൻ്റെ ഇവിടെ വെച്ചിട്ട് അടിച്ചു പോവാം കേട്ടോ. താഴത്തേക്ക് നമുക്ക് അടിച്ചു പോവാം. അടിച്ച് നിൽക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. നമുക്ക് അതേപോലെ തന്നെ ഈ സൈഡും ഇപ്പം നമ്മൾ ഒരു സൈഡിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് സെൻറ്ററുകളുടെ. അപ്പം അതിൻ്റെ ഈ സൈഡും കൂടി നമുക്കിത് പിടിപ്പിച്ചു കൊടുക്കാം. സ്റ്റോൺ മാറ്റുകയാണ് വെച്ചാൽ കഴുത്തിൻ്റെ അടിച്ച് വരുന്ന ഭാഗത്ത് വരുന്നതാണ്. ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടിക്കുകയാണ്. നമ്മളൊരു സൈഡ് സെൻറ്റർ ഭാഗം മാത്രമല്ലേ നമ്മൾ അടിച്ചിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു ഭാഗവും കൂടി അടിച്ച് പോകണം. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു രീതിയിൽ അതിൻ്റെ സെൻറ്റർ ഭാഗം അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ വരുന്ന ഭാഗം. ഇത് നമുക്ക് ഇവിടെ ഒരു ലേസും കൂടി നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാം.
ഈ ഒരു ലേസാണ് കേട്ടോ നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഈ ഒരു ലേസ് അതിന് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഒരു ലേസ് നമ്മൾ സെൻറ്ററിലും ഈ രണ്ട് വശത്തും സെൻറ്ററിലുമായിട്ട് പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും സെൻറ്ററിലുമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഇതിൻ്റെ ബോർഡർ അരികിൽ വരുന്ന ആ ഒരു ഭാഗം ഇങ്ങനെ ഒരു സുഖമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കൂടുതലും നമ്മൾ ആ ഒരു അരികത്തൂടി ലേസ് ഈ രണ്ട് ഭാഗത്തും ഇവിടെ ആയിട്ട് അടിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ കഴുത്ത് ഇതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം കണ്ട് പിടിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇത് കറക്റ്റാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഈ പോയിന്റ് വരുന്നത് ഈ പോയിന്റ് വരുന്നത് ഇതിൻ്റെ കറക്റ്റ് ഈ ഒരു സെൻറ്ററിൽ വന്ന് നിൽക്കണം കേട്ടോ. അപ്പോഴാണത് കറക്റ്റ് ആവുന്നത് കേട്ടോ. നമുക്ക് അപ്പോൾ നമ്മൾ കഴുത്ത് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കാൽഭാഗം ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. പോയിന്റിലേക്ക് ഒരു പ്രത്യേകം സ്റ്റിച്ചിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിൽക്കണം കേട്ടോ. പിന്നെ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. അപ്പോഴാണ് അത് പെർഫെക്റ്റായിട്ട് കഴുത്ത് അടിച്ച് നമുക്ക് മറിക്കാൻ പറ്റണത് കേട്ടോ. നമ്മളങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുത്ത് അടിച്ച് മറിക്കാം. ആദ്യം തന്നെ ഇങ്ങനെ മറിച്ചു കൊടുക്കുക കേട്ടോ.
ഒരരികെ കൂടി അടിച്ചു കൊടുക്കുക. നമ്മുടെ കഴുത്ത് നല്ല പെർഫെക്റ്റായിട്ട് കഴുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഞാൻ ചെയ്യുന്നത് അതിങ്ങനെ തന്നെ അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനതൊരു ഡിസൈൻ പാറ്റേൺ പോലെ ഒരു കാലും ചെയ്തിട്ട് ഈ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഒരു 2-3 സ്റ്റിച്ച് കൊടുത്തിട്ട് ആണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴുത്തൊക്കെ നല്ല ക്ലിയറായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ കഴുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി ജോയിൻ ചെയ്യാം. നമ്മൾ ഇവിടെ ഈ ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെ ഈ ഒരു ഇതുണ്ട്, ഇത് നമ്മളിങ്ങനെയല്ലേ വെച്ചിരിക്കുന്നത്, നമ്മൾ അടിച്ച് മറിച്ചിട്ടില്ല അത്. അപ്പം അത് എൻ്റെ ഈ ഉൾഭാഗത്തും രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ഇത് ഇങ്ങനെ കണ്ടോ, ഈ ഫ്രണ്ട് പീസും കൂടി ഉള്ളിലേക്ക് വെച്ചിട്ട് ഇത് ഇങ്ങനെ എടുത്ത് കളയണം. എന്നിട്ട് ഇനി നമുക്ക് അടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡും ചെയ്യാം. ഇത് നമ്മൾ ഫ്രണ്ട് പീസ് നമ്മൾ അടിച്ച് കളഞ്ഞത്, ഇത് നമ്മുടെ ബാക്ക് പീസ് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഈ ഇടയിലേക്ക് കണ്ടോ, ഇതിൻ്റെ ഈ ഇടയിലേക്ക് ഇത് ഒപ്പം ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് ഇത് ഇങ്ങനെ മടക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ബാക്ക് പീസിൻ്റെ ഇടയിലേക്ക് ആ ഒരു ഇത് വെച്ച് കൊടുക്കുക. കറക്റ്റ് ഉൾവശം ഒരുപോലെ ഒപ്പത്ത് പറഞ്ഞ വിധത്തിൽ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ഇങ്ങനെ വരണ ഭാഗത്ത് അത് ഇതിൻ്റെ ഇടയിലേക്ക് അങ്ങ് കയറ്റി വെച്ച് കൊടുക്കണം. ഇനി നമ്മളിതാ ഇതിങ്ങനെ ആക്കുമ്പം കണ്ടോ ഇങ്ങനെ നമുക്ക് കിട്ടും. കണ്ടോ, ഇങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾക്ക് കൈ അറ്റാച്ച് ചെയ്യാം. ഈ ബാക്ക് നമ്മൾ അടിച്ച് മറിച്ചിട്ടില്ല. പിന്നെ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബാക്ക് നമ്മൾക്ക് അടിച്ച് ഇതാക്കാൻ. അതുകൊണ്ടിട്ടാണ് നമ്മൾ അതിനെ അടിക്കാൻ
നമുക്ക് ഇതിലൂടെ അരികിലൂടെ അടിച്ചു പോകാം കേട്ടോ. അപ്പം നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കൈ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. കൈക്ക് നമ്മൾ ലൈനിങ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി ചിലപ്പോൾ ഇങ്ങോട്ട് നീങ്ങിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. അത് ചിലപ്പോൾ ലൈനിങ് ഒരു ഇച്ചിരി ഇങ്ങനെ നീങ്ങി നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് നമുക്ക് പിടിച്ചു കൊടുക്കാം. നമുക്ക് കൈ അറ്റാച്ച് ചെയ്യും കേട്ടോ ഇതിലേക്ക്. ഇതാണ് നമ്മുടെ കൈ വരുന്നത്. നമ്മളിതാ കൈ അറ്റാച്ച് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ കറക്റ്റ് ആ ഒരു ഇതിൽ 2 ഇഞ്ച് സീമൽസ് ഇട്ട പോലെ തന്നെയാണ് നമുക്ക് 2 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ആ ഒരു ഇതിൽ തന്നെ വരും. തുണികളൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ വലിച്ച് ഇതാക്കരുത്. ആ ഒരു ഇതിൽ പതുക്കെ ആ ഒരു ഇതിലിങ്ങനെ പതുക്കി ഇങ്ങനെ ചേർത്ത് വെച്ച് അടിച്ചു പോകാനാണ്. കണ്ടാക്കും നമ്മൾ കൈതാ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൈ പിടിപ്പിച്ചു. നിങ്ങൾക്ക് ഈ സൈഡിലേക്ക് കൈ പിടിപ്പിച്ചിട്ട് വരാം. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് നീങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റാക്കുക. നമുക്ക് അടുത്ത കൈ വെച്ച് കൊടുക്കാം. അപ്പം കൈ വെക്കണതിന് മുമ്പ് നമ്മളപ്പോൾ ഈ ഒരു സെൻറ്റർ കണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതാ നല്ല വശം ചേർത്ത് വേണം വെച്ച് അടിക്കാനായിട്ട്. അപ്പം നമ്മളുടെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഈ ഒരു വശമാണ്. അപ്പം നമ്മൾ ആ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ഒരു ഇത് കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് കൈ നമ്മൾ അന്നേരം ഫ്രണ്ട് പോർഷൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഇതിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നമുക്ക് ഇത് വെച്ചിട്ട് അടിച്ചു പോകാം കേട്ടോ. ഞാനെപ്പോഴും അങ്ങനെ ചെയ്യാറ്. വെട്ടുമ്പോൾ അത് വെട്ടിക്കളയാറില്ല. സ്റ്റിച്ച് ചെയ്യാൻ നേരത്താണ് കേട്ടോ മറ്റുള്ളത് വാങ്ങുന്നത്. ഓരോരുത്തരും തയ്ക്കുന്ന രീതിയൊക്കെ വ്യത്യാസമായിരിക്കും. ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നല്ലത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചായിരിക്കും ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. കൈ രണ്ടും വെട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് ഈ യോക്ക് ഭാഗം മെഷർമെൻ്റ് എടുത്ത് യോജിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഇനി നമ്മൾ കൈയുടെ ഈ അരികു ഭാഗം മടക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയും രീതിയിൽ ഇത് ഒരു കസറിൻ്റെ വേണ്ട. അതുകൊണ്ട് നമ്മൾ ഒന്ന് മടക്കി കൊടുക്കുക.
റഫായിട്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ ഇതിൻ്റെ കൈക്കുള്ളിയുടെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇവിടുത്തെ അളവ് എടുത്ത് അടയാളപ്പെടുത്തി അടുത്ത അളവ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ ഒരു സൈഡ് നമ്മൾ 10.4 എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കൈക്കുഴിയുടെ അങ്ങോട്ട് വെച്ചിട്ട് നടക്കുകയാണ്, അത് മാർക്ക് ചെയ്യണം കേട്ടോ. കണ്ടോ 10.4 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ സൈഡിലേക്കും നമ്മൾ 10.4 മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് താഴെ ഭാഗം നമുക്ക് 4/1 അളവ് വരുന്നത് 9ആണ്. അപ്പോൾ നമ്മൾ അതും ഇവിടെ ആ ഒരു 9 അടയാളപ്പെടുത്തുക. അതൊന്ന് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ മാറ്റിയിട്ട് അത് ഈ ഒരു ഇതിലേക്ക് ഈ കൈ മാർക്ക് ചെയ്യാം. കൈ താഴെ 5.5 വരുന്നത്, മുകളിൽ 7.5 എണ്ണം വരുന്നത്. ഇവിടെ നമുക്ക് 5.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മോൾ ഭാഗത്ത് 7.5 വരുന്നത്. അതും അടയാളപ്പെടുത്തി. കണ്ടോ ഈ ഒരു ഇതിൽ നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ അതേപോലെ തന്നെ പുറം കൈ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ അളവിൽ നിന്ന് എടുത്ത അതിലൂടെ നമുക്ക് അടിച്ചു പോകാം. എന്നിട്ടാണ് നമ്മൾ അതിന് താഴത്തേക്കുള്ള ആ സ്ക്വയർ പീസ് താഴത്തേക്കുള്ള ഭാഗം നമ്മൾ പിടിപ്പിക്കുന്നത് കേട്ടോ. ഫ്രോക്ക് ഒക്കെ അടിക്കുന്ന ആ ഒരു മോഡലിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇത് അടിച്ച് പിടിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. കേട്ടോ കയ്യ് അതേപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലൂടെ അടിച്ചു പോകാം. ഇതിലൂടെ നമുക്കൊന്ന് അടിച്ചു പോയാൽ അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ അടിച്ച് എടുത്തിട്ടുണ്ട്. കണ്ടോ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 3 സ്റ്റിച്ച് വീതം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് മറിച്ചെടുക്കാം.
താഴത്തേക്കുള്ള പീസ് ലൈനിങ്ങുമായിട്ട് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ മതി. അതാണ് ഇങ്ങനെയാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത പീസ് നമുക്ക് എടുക്കാം. താഴത്തേക്കുള്ള ഭാഗമാണ് വരുന്നത്. അപ്പം നമ്മളത് ആദ്യം ഇങ്ങനെ അകം രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഈ സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സൈഡ് കടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാണ് നമ്മൾ ഇത് രണ്ട് വശവും ഇതേപോലെ ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലൈനിങ് പീസും കൂടി ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈനിങ് പീസിലാണ് നമുക്ക് ഇവിടെ ഒരു ഇതേപോലെ ഇതിവിടെ ജോയിൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുള്ള പീസാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതി കൂടിയ ഭാഗം നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ തയ്യൽത്തോടുകൂടി ഇട്ടിട്ടാണ് നമ്മൾ അളവിട്ട് നമുക്കത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും. കണ്ടോ, ആ ഒരു ഇങ്ങനെ കിട്ടും. കണ്ടോ, അടിച്ചിരിക്കുന്ന ഭാഗം ഇങ്ങനെ വരും. നമുക്കതൊന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് നമ്മളെ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു ഭാഗം കൂടി ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം കൂടി നമുക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്ത് അടിച്ചെടുത്തിട്ട് വരാം. അത് ഈ അരികു വരുന്ന ഭാഗത്താണ് ആ വീതിയുള്ള ഭാഗം പറഞ്ഞത്. നമ്മൾ നോക്കണം കേട്ടോ, വശം നോക്കണം. ഇത് അടിച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉൾഭാഗം വന്നിരിക്കുന്നത് ഇതാണ്, അവിടെയാണ് സ്റ്റിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തും ഈ ഒരു രീതിയിൽ തന്നെ ഇത് വരുത്താൻ നോക്കണം. അപ്പോൾ സ്റ്റിച്ച് ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അപ്പുറവും ഇപ്പുറവും മാറി മറിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയിട്ട് ചെയ്താൽ കുഴപ്പമില്ല. ഇതേപോലെ തന്നെ ഇതും മറിച്ച് കളയണം കേട്ടോ, പതിച്ചടിച്ച് കളയണം. കണ്ടോ, അപ്പോൾ നമ്മുടെ നമ്മൾ അടിച്ചെടുത്ത ഭാഗമാണിത്. രണ്ടും ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ഇതാണ്. ഇതിന് നമുക്ക് ഈ ഒരു സൈഡ് നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ് ഈ ഒരു ഇതിനോട് കൂട്ടി ജോയിൻറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പീസ് നമ്മൾ ഉള്ളിലാക്കി ഇതിൻ്റെ ഉൾവശം പറഞ്ഞ ഉൾവശമല്ല, ഇതാണ് നല്ല വശം വരുന്നത്, ഇത് അകം വശം വരുന്നതാണ്. അപ്പം ആ ഒരു ഇതും ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ
സ്റ്റിച്ച് വരണ ഭാഗമുണ്ട്, ആ ഒരു ഇതും ഇതിൻ്റെ സ്റ്റിച്ച് വരണ ഭാഗം ഇതാണ്. ഇതും ഇത് ലൈനിങ്ങിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗവും കൂടി ഒന്നിച്ച് വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. മാറിപ്പോവാണ്ടിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്കിനി ഇതേപോലെ അതാക്കണ്ടോ നമ്മൾ ലൈനിങ്ങും ഈ പീസുമായിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ഇതിലേക്ക് നമുക്ക് പിടിപ്പിച്ച് ഇതിലേക്ക് ഇത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ലൈനിങ് ഉള്ളിലാക്കിയിട്ട് മറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ലൈനിങ്ങിൻ്റെ പീസ് ഉള്ളിലാക്കിയിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. മറിച്ച് എടുത്തിട്ട് നമ്മളിതാ ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഇതിൻ്റെ സെൻറ്ററും കൂടി ഒപ്പം വെച്ചിട്ട് ഇനി നമ്മൾ ഇത് റൗണ്ടോ ചുറ്റും അടിച്ച് ജോയിൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കതുപോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ കണ്ടോ ഇതേപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടോ. ഇനി നമ്മൾ ഇത് മറിച്ച് കഴിയുമ്പോൾ കണ്ടോ രീതിയിൽ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം അടിക്കാന്നുള്ളതാണ് അടുത്ത പരിപാടി ചെയ്യാനുള്ളത്. അപ്പം അതും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ചുരിദാറിൻ്റെ പണി ടോപ്പ് ഫിനിഷാവും. അപ്പോൾ നമുക്കിനി നമുക്ക് ഉരുട്ടി അടിക്കാം. അപ്പം അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ചിൻ്റെ ഈ പെടലുണ്ട്, അത് നമുക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് അറ്റം ചുരുട്ടി അടിക്കാനായിട്ടുള്ള ഇതിൽ നമ്മൾ ഈ ഒരു പെടൽ ഇടാൻ പോവാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് ഈ ഒരു ഇത് അഴിച്ച് മാറ്റിയ ശേഷം നമ്മൾ ആ ഒരു ഇത് ഇടാൻ പോവാണേ. കണ്ടോ, ഇതഴിച്ച് നമ്മൾ മാറ്റി നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇത് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇത് അടിക്കാൻ പോവാം കേട്ടോ. ഇത് ഈ ഒരു അതിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മൾ ലോക്ക് ചെയ്തിട്ട് അടിച്ച് ഇങ്ങനെ നമ്മളൊന്ന് ഇങ്ങനെ പിടിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം അത് തന്നെ മടങ്ങി വന്നോളൂ. നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു രീതിയിലത് അരികിങ്ങനെ മടങ്ങി വരും കേട്ടോ. നമ്മളിതിൻ്റെ ലൈനിങ് പീസ് അടിച്ച് കൊടുക്കാൻ നമ്മൾ അതിൻ്റെ സൈഡൊന്ന് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി നമ്മളിങ്ങനെ പിടിച്ചാൽ മതി. അത് പിടിച്ചു കൊടുക്കുക, മടക്ക്
നമ്മൾ മടക്കി കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു മടക്ക് ഇങ്ങനെ വീഴുന്നത് കേട്ടോ. ആ മടക്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു മടക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഇതാക്കി കൊടുക്കാനായിട്ട്. അപ്പം അതവിടെ തിരിച്ച് വരും കേട്ടോ. അപ്പം then നമ്മൾ ലൈനിങ് പീസും ഇതൊക്കെ നമ്മൾ ഇതേപോലെ ചുരുട്ടി അടിച്ച് കഴിയുമ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു താഴെ ഭാഗം ഒരു ഫ്ലവറിൻ്റെ രീതിയിൽ ഇങ്ങനെ സിക്സാഗ് പോലെ നമുക്ക് വളഞ്ഞ് ഇതായിട്ട് കിടക്കും. കണ്ടോ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു സിക്സാഗിൻ്റെ രീതിയിൽ ഇതിങ്ങനെ വളഞ്ഞ് കിടക്കും. കണ്ടോ, ഈ ഒരു രീതിയിൽ വരും. നല്ല ഭംഗിയായിട്ട് താഴെ ഭാഗം നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ഇത് കേട്ടോ, ലുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ഇത് കേട്ടോ. ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം അത്യാവശ്യം നല്ല ഫ്ലെയറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഹാഫ് പോർഷൻ തന്നെ ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങോട്ട് ഫ്ലെയറുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ.